ശാന്തി 16/7/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ആരാണോ സർവരുടെയും സദ്ഗതി ചെയ്യുന്ന ജീവൻ മുക്തി ദാതാവ്, ആ ഒന്ന് താങ്കളുടെ പിതാവായിരിക്കുന്നു. നിങ്ങൾ ആ ഒന്നിൻ്റെ സന്താനങ്ങളാണ്. അപ്പോൾ എത്ര ലഹരി ഉണ്ടായിരിക്കണം? ചോദ്യം: ഏത് കുട്ടികളുടെ ബുദ്ധിയിൽ ബാബയുടെ ഓർമ്മ നിരന്തരം നിലനിൽക്കുന്നില്ല? ഉത്തരം: ആർക്കാണോ പരിപൂർണ നിശ്ചയം ഇല്ലാത്തത്, അവരുടെ ബുദ്ധിയിൽ ഓർമ്മ നിലനിൽക്കുന്നില്ല. നമ്മെ ആരാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് അറിയുന്നില്ല എങ്കിൽ ആരെ ഓർമ്മിക്കും? ആരാണോ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് ഓർമ്മിക്കുന്നത്, അവരുടെ വികർമ്മം വിനാശമാകുന്നു. ബാബ സ്വയം വന്ന് തൻ്റെയും തൻ്റെ വീടിൻ്റെയും യഥാർത്ഥ തിരിച്ചറിവ് നൽകുന്നു. ഓം ശാന്തി. ഇപ്പോൾ ഓം ശാന്തിയുടെ അർത്ഥം സദാ കുട്ടികൾക്ക് ഓർമ്മയുണ്ടാകും. ഞാൻ ആത്മാവാണ്, എൻ്റെ വീടാണ് നിർവാണധാമം അഥവാ മൂലവതനം. ബാക്കി ഭക്തിമാർഗത്തിൽ മനുഷ്യർ എന്തെല്ലാം പുരുഷാർത്ഥം ചെയ്യുന്നുവോ അവർക്ക് അറിയില്ല എവിടെയാണ് പോകേണ്ടത്. സുഖം ഏതിലാണ്, ദുഃഖം ഏതിലാണ്, യാതൊന്നും അറിയില്ല. യജ്ഞം, തപം, ദാനം, പുണ്യം, തീർത്ഥയാത്ര തുടങ്ങിയവ ചെയ്ത് പടികൾ താഴേക്കിറങ്ങിയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. അതിനാൽ ഭക്തി സമാപ്തമാകുന്നു. മണിക്കിലുക്കങ്ങളുടെയും മറ്റും അന്തരീക്ഷമെല്ലാം സമാപ്തമായി. പുതിയ ലോകവും പഴയ ലോകവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. പുതിയ ലോകമാണ് പാവന ലോകം. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ സുഖധാമമാണ്. സുഖധാമം എന്ന് സ്വർഗത്തെയും ദുഃഖധാമം എന്ന് നരകത്തെയും പറയുന്നു. മനുഷ്യർ ശാന്തി ആഗ്രഹിക്കുന്നു, പക്ഷേ അവിടെ ആർക്കും തന്നെ പോകുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഞാൻ ഏതുവരെ ഇവിടെ ഭാരതത്തിൽ വരുന്നില്ലയോ അതുവരെയും എന്നെ കൂടാതെ കുട്ടികളായ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കില്ല. ഭാരതത്തിൽ തന്നെയാണ് ശിവജയന്തി പാടപ്പെട്ടിട്ടുള്ളത്. നിരാകാരൻ തീർച്ചയായും സാകാരത്തിൽ വരുമല്ലോ. ശരീരമില്ലാതെ ആത്മാവിന് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ? ശരീരമില്ലാതെ ആത്മാവ് അലഞ്ഞു തിരിയുന്നു, മറ്റൊരു ശരീരത്തിലും പ്രവേശിക്കുന്നു. ചിലത് നല്ലതായിരിക്കും, ചിലത് ചഞ്ചലമായിരിക്കും. പൂർണ്ണമായും സ്ഥിരത ഇല്ലാത്തവരാക്കുന്നു. ആത്മാവിന് ശരീരം തീർച്ചയായും ആവശ്യമാണ്. അതേപോലെ തന്നെ പരംപിത പരമാത്മാവിനും ശരീരം ഇല്ലാതിരിക്കുന്നുവെങ്കിൽ ഭാരതത്തിൽ വന്ന് എന്തു ചെയ്യുവാനാണ്? ഭാരതം തന്നെയാണ് അവിനാശി ഖണ്ഡം. സത്യയുഗത്തിൽ ഒരേ ഒരു ഭാരതഖണ്ഡമാണുള്ളത്. മറ്റെല്ലാ ഖണ്ഡങ്ങളും വിനാശമാകുന്നു. പാടുന്നുണ്ട്, ആദി സനാതന ദേവീ ദേവതാ ധർമ്മം ഉണ്ടായിരുന്നു എന്ന്. ഈ ആൾക്കാർ പിന്നീട് ആ സനാതന ഹിന്ദു ധർമ്മം എന്ന് പറയുന്നു. വാസ്തവത്തിൽ ആരംഭത്തിൽ ഹിന്ദുവല്ല, ദേവി ദേവതമാർ ഉണ്ടായിരുന്നു. യൂറോപ്പിൽ വസിക്കുന്നവർ സ്വയം ക്രിസ്ത്യനാണ് എന്ന് പറയുന്നു. യൂറോപ്യൻ ധർമ്മം എന്ന് പറയില്ല. ഈ ഹിന്ദുസ്ഥാനിൽ വസിക്കുന്നവർ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നു. ആരാണോ ദൈവിക ധർമ്മത്തിലെ ശ്രേഷ്ഠരായിരുന്നവർ, അവർ 84 ജന്മങ്ങളിൽ വന്ന് ധർമ്മഭ്രഷ്ടർ ആയിരിക്കുന്നു. ആര് ദേവതാ ധർമ്മത്തിലേതായിരിക്കുമോ അവർ തന്നെയാണ് ഇവിടെ വരുന്നത്. അഥവാ നിശ്ചയമില്ല എങ്കിൽ മനസ്സിലാക്കൂ, ഈ ധർമ്മത്തിലേതല്ല. ഇവിടെ ഇരിക്കുന്നുണ്ടാകും എങ്കിൽ പോലും അവർക്ക് മനസ്സിലാകില്ല. അവിടെ പ്രജയിൽ കുറഞ്ഞ പദവി നേടുന്നവരായിരിക്കും. എല്ലാവരും സുഖം, ശാന്തിയാണ് ആഗ്രഹിക്കുന്നത്. അതുണ്ടാകുന്നത് സത്യയുഗത്തിലാണ്. എല്ലാവർക്കും സുഖധാമത്തിലേക്ക് പോകുവാൻ സാധിക്കില്ല. എല്ലാ ധർമ്മവും അതിൻ്റെതായ സമയത്താണ് വരുന്നത്. അനേകം ധർമ്മമുണ്ട്. വൃക്ഷം വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. മുഖ്യമായ തായ്തടിയാണ് ദേവീ ദേവതാ ധർമ്മം.
പിന്നെ ഉള്ളത് 3 ട്യൂബ്സ്. സ്വർഗത്തിൽ ഇത് ഉണ്ടായിരിക്കില്ല. ദ്വാപരം മുതൽ പുതിയ ധർമ്മങ്ങൾ വരുന്നു. ഇതിനെ വെറൈറ്റി ഹ്യൂമൻ ട്രീ എന്ന് പറയുന്നു. വിരാട രൂപം വേറെയാണ്. ഇത് വെറൈറ്റി ധർമ്മങ്ങളുടെ വൃക്ഷമാണ്. പല പ്രകാരത്തിലുള്ള മനുഷ്യരുണ്ട്. നിങ്ങൾക്കറിയാം എത്ര ധർമ്മങ്ങളാണുള്ളത്. സത്യയുഗ ആദിയിൽ ഒരേ ഒരു ധർമ്മമായിരുന്നു, പുതിയ ലോകമായിരുന്നു. പുറത്തുള്ളവരും അറിയുന്നുണ്ട് ഭാരതം തന്നെയാണ് പ്രാചീനവും സ്വർഗവുമായിരുന്നത്. വളരെ സമ്പന്നമായിരുന്നു. അതിനാൽ ഭാരതത്തിന് വളരെയധികം മാന്യത ലഭിക്കുന്നു. ഏതെങ്കിലും ധനികരായവർ ദരിദ്രരായി മാറുന്നു എങ്കിൽ അവരോട് ദയവുണ്ടാകുന്നു. പാവം ഭാരതത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇതും ഡ്രാമയിലെ പാർട്ടാണ്. ഇങ്ങനെ പറയുന്നുമുണ്ട്, ഏറ്റവും കൂടുതൽ ദയാഹൃദയൻ ഈശ്വരൻ തന്നെയാണ്. വരുന്നതും ഭാരതത്തിലാണ്. ദരിദ്രരോട് തീർച്ചയായും ധനികരായിരിക്കുമല്ലോ ദയവ് കാണിക്കുന്നത്. ബാബ പരിധിയില്ലാത്ത ധനികനാണ്. ഉയർന്നതിലും ഉയർന്നതാക്കി മാറ്റുന്നയാളാണ്. നിങ്ങൾ ആരുടെ കുട്ടികൾ ആയിരിക്കുന്നു, ആ ലഹരിയും ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ പരംപിത പരമാത്മാ ശിവന്റെ സന്താനങ്ങളാണ്. ആ ഒന്നിനെയാണ് ജീവൻ മുക്തി ദാതാവ്, സദ്ഗതി ദാതാവ് എന്ന് പറയുന്നത്. ജീവൻ മുക്തി ഏറ്റവും ആദ്യം സത്യയുഗത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ആകട്ടെ ജീവൻ ബന്ധനമാണ്. ഭക്തിമാർഗത്തിൽ വിളിക്കുന്നു, ബാബ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് വിളിക്കുവാൻ സാധിക്കില്ല. നിങ്ങൾ അറിയുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ സാഗരമായ ബാബ വേൾഡിൻ്റെ ഹിസ്റ്ററി ജോഗ്രഫിയുടെ സാരം മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. നോളജ്ഫുള്ളാണ്. ഇദ്ദേഹമാകട്ടെ സ്വയം പറയുന്നു, ഞാൻ ഭഗവാനല്ല. നിങ്ങൾക്ക് ദേഹത്തിൽ നിന്നും വേറിട്ട് ദേഹി അഭിമാനിയാകണം. മുഴുവൻ ലോകത്തെയും തൻ്റെ ശരീരത്തെ പോലും മറക്കണം. ഇദ്ദേഹം ഭഗവാനല്ല. ഇതിനെ പറയുന്നത് തന്നെ ബാബ് ദാദ എന്നാണ്. ബാബ ഉയർന്നതിലും ഉയർന്നതാണ്. ഇത് പതീതമായ പഴയ ശരീരമാണ്. മഹിമ കേവലം ഒന്നിൻ്റേതാണ്. ആ ഒന്നുമായി യോഗം ചേർക്കണം. അപ്പോഴാണ് പാവനമാകുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും പാവനമാകുവാൻ സാധിക്കില്ല. അന്തിമത്തിൽ കർമ്മക്കണക്കുകൾ സമാപ്തമാക്കി ശിക്ഷകൾ അനുഭവിച്ച് മടങ്ങിപ്പോകും. ഭക്തിമാർഗത്തിൽ ഹംസോ സോഹം എന്ന മന്ത്രം കേട്ടുവന്നു. ഹംസോ പരംപിത പരമാത്മാ സോ ആത്മാ. അതായത് ഞാൻ ആത്മാവ് തന്നെയാണ്, പരംപിത പരമാത്മാവ് അത് തന്നെയാണ് ഞാൻ ആത്മാവ്. ഇത് തെറ്റായ മന്ത്രമാണ്. പരമാത്മാവിൽ നിന്നും മുഖം തിരിപ്പിക്കുന്ന ഒന്നാണ്. ബാബ പറയുന്നു, കുട്ടികളെ, പരമാത്മാവ് തന്നെയാണ് ഞാൻ ആത്മാവ് എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് വർണ്ണങ്ങളുടെയും രഹസ്യം മനസ്സിലാക്കിച്ചു തന്നു. ഹംസോ ബ്രാഹ്മൺ, പിന്നെ ഹംസോ ദേവത ആകുന്നതിനായി പുരുഷാർത്ഥം ചെയ്യുന്നു. വീണ്ടും ഹംസോ ദേവതയായി ക്ഷത്രിയ വർണ്ണത്തിലേക്ക് വരും. മറ്റാർക്കും ഇതറിയില്ല. നമ്മൾ എങ്ങനെ 84 ജന്മങ്ങൾ എടുക്കുന്നു, ഏത് കുലത്തിൽ എടുക്കുന്നു. നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു, നമ്മൾ ബ്രാഹ്മണരാണ്. ബാബയാകട്ടെ ബ്രാഹ്മണനല്ല. നിങ്ങൾ തന്നെയാണ് ഈ വർണ്ണങ്ങളിൽ വരുന്നത്. ഇപ്പോൾ ബ്രാഹ്മണ ധർമ്മത്തിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. ശിവ് ബാബയിലൂടെ പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ ആയിരിക്കുന്നു. ഇതും അറിയുന്നു, നിരാകാരി ആത്മാക്കൾ വാസ്തവത്തിൽ ഈശ്വരീയ കുലത്തിലേതാണ്. നിരാകാരി ലോകത്തിൽ വസിക്കുന്നവരാണ്. പിന്നെ സാകാരി ലോകത്തിൽ വരുന്നു. പാട്ട് അഭിനയിക്കുവാൻ വരേണ്ടി വരുന്നു. അവിടെ നിന്നും വന്നു. പിന്നെ നമ്മൾ ദേവതാ കുലത്തിൽ 8 ജന്മമെടുത്തു. പിന്നെ നമ്മൾ ക്ഷത്രിയ കുലത്തിലും വൈശ്യകുലത്തിലും പോകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ഇത്രയും ജന്മം ദേവതാ കുലത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും ജന്മം ക്ഷത്രിയ കുലത്തിൽ എടുത്തു. 84 ജന്മങ്ങളുടെ ചക്രമാണ്.
നിങ്ങൾക്കല്ലാതെ ഈ ജ്ഞാനം മറ്റാർക്കും ലഭിക്കുകയില്ല. ആരാണോ ഈ ധർമ്മത്തിലേതായിരിക്കുന്നത് അവർ തന്നെയാണ് ഇവിടെ വരുന്നത്. രാജധാനി സ്ഥാപനമായിക്കൊണ്ടിരിക്കുന്നു. ചിലർ രാജാവും റാണിയും, ചിലർ പ്രജയുമാകും. സൂര്യവംശി ലക്ഷ്മി നാരായൺ ദ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇങ്ങനെ 8 സിംഹാസനങ്ങൾ തുടരുന്നു. പിന്നെ ക്ഷത്രിയ ധർമ്മത്തിലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ തുടരുന്നു. ഈ എല്ലാ കാര്യങ്ങളും ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ജ്ഞാനത്തിൻ്റെ സാഗരം എപ്പോൾ വരുന്നു അപ്പോൾ ഭക്തി സമാപ്തമാകുന്നു. രാത്രി അവസാനിച്ച് പകൽ ഉണ്ടാകുന്നു. അവിടെ ഒരു പ്രകാരത്തിലുമുള്ള തിക്കും തിരക്കും ഉണ്ടാകില്ല. വിശ്രമം തന്നെ വിശ്രമമാണ്. യാതൊരു കോലാഹലങ്ങളും ഇല്ല. ഇതും ഡ്രാമയിൽ തയ്യാറാക്കപ്പെട്ടതാണ്. ഭക്തി സമ്പ്രദായം ആയിരിക്കുമ്പോഴാണ് ബാബ വരുന്നത്. എല്ലാവർക്കും തിരിച്ച് തീർച്ചയായും പോകണം. പിന്നീട് നമ്പർ ബാറായി ഇറങ്ങി വരുന്നു. ക്രൈസ്റ്റ് വരുമ്പോൾ പിന്നെ ക്രൈസ്റ്റിൻ്റെ ധർമ്മത്തിലുള്ളവരും വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നോക്കൂ, എത്ര ക്രിസ്ത്യൻസ് ഉണ്ട്. ക്രൈസ്റ്റ് ക്രിസ്ത്യൻ ധർമ്മത്തിൻ്റെ ബീജമാണ്. ഈ ദേവീദേവതാ ധർമ്മത്തിൻ്റെ ബീജം പരംപിത പരമാത്മാ ശിവനാണ്. നിങ്ങളുടെ ധർമ്മം സ്ഥാപിക്കുന്നത് പരംപിത പരമാത്മാവാണ്. നിങ്ങളെ ബ്രാഹ്മണ ധർമ്മത്തിൽ ആര് കൊണ്ടുവന്നു? ബാബ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ആ ഒന്നിലൂടെ ചെറിയ ബ്രാഹ്മണ ധർമ്മം ഉണ്ടായി. ബ്രാഹ്മണരുടെ കുടുമി പാടപ്പെടുന്നു. ഈ കുടുമി അടയാളമാണ്. പിന്നീട് താഴേക്ക് വരുമ്പോൾ ശരീരം വലുതാകുന്നു. ഈ കാര്യങ്ങളെല്ലാം ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. ആരാണോ മംഗളകാരിയായ ബാബ, ആ ഒന്ന് വന്ന് ഭാരതത്തിൻ്റെ മംഗളം ചെയ്യുന്നു. ഏറ്റവും അധികം മംഗളം കുട്ടികളായ നിങ്ങളുടേതാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്തിൽ നിന്നും എന്തായി മാറുന്നു? നിങ്ങൾ അമരലോകത്തിൻ്റെ അധികാരിയായി മാറുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ കാമത്തിൻ്റെ മേൽ വിജയം നേടുന്നു. അവിടെ അകാല മൃത്യു ഉണ്ടാകുന്നില്ല. മരിക്കുന്നതിൻ്റെ കാര്യമില്ല. പിന്നെ വസ്ത്രം മാറുമല്ലോ. സർപ്പം ഒരു പടം പൊഴിച്ച് മറ്റൊന്ന് എടുക്കുന്നത് പോലെ ഇവിടെയും നിങ്ങൾ ഒരു പഴയ തോൽ ഉപേക്ഷിച്ച് പുതിയ ലോകത്തിൽ പുതിയ തോൽ എടുക്കും. സത്യയുഗത്തെ പറയുന്നത് ഗാർഡൻ ഓഫ് ഫ്ലവേഴ്സ് എന്നാണ്. ഒരിക്കലും ഏതെങ്കിലും കുവചനങ്ങൾ അവിടെ വരുന്നില്ല. ഇവിടെയാകട്ടെ കുസംഗം തന്നെയാണ്. മായയുടെ സംഘമാണല്ലോ. അതിനാൽ ഇതിൻ്റെ പേര് തന്നെ രൗരവ നരകം എന്നാണ്. സ്ഥാനം പഴയതാകുമ്പോൾ മുനിസിപ്പാലിറ്റിക്കാർ മുൻകൂട്ടി തന്നെ ഒഴിപ്പിക്കുന്നു. ബാബയും പറയുന്നു, എപ്പോൾ ലോകം പഴയതാകുന്നു അപ്പോൾ ഞാൻ വരുന്നു. ജ്ഞാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകുന്നു. രാജയോഗം പഠിപ്പിക്കുന്നു. ഭക്തിയിൽ യാതൊന്നുമില്ല. എങ്ങനെയുള്ള ദാനപുണ്യങ്ങൾ ചെയ്യുന്നുവോ എങ്കിൽ അല്പകാലത്തേക്ക് സുഖം ലഭിക്കുന്നു. രാജാക്കന്മാർക്കും സന്യാസിമാർ വൈരാഗ്യം വരുത്തുന്നു. ഇത് കാക്കകാഷ്ടത്തിന് സമാനമായ സുഖമാണ് എന്ന്. ഇപ്പോൾ കുട്ടികളായ നിങ്ങളെ പരിധിയില്ലാത്ത വൈരാഗ്യം പഠിപ്പിക്കുന്നു. ഇത് പഴയ ലോകമാണ്. ഇപ്പോൾ സുഖധാമത്തെ ഓർമ്മിക്കൂ. പിന്നെ വയ ശാന്തിധാം ഇവിടെ വരേണ്ടതുണ്ട്. ദിൽവാല ക്ഷേത്രത്തിൽ കൃത്യമായി നിങ്ങളുടെ ഈ സമയത്തെ സ്മാരകമുണ്ട്. താഴെ തപസ്യയിൽ ഇരിക്കുന്നു, മുകളിൽ സ്വർഗമാണ്. അല്ലെങ്കിൽ സ്വർഗം എവിടെ കാണിക്കും? മനുഷ്യർ മരിക്കുമ്പോൾ സ്വർഗത്ത് പോയി എന്ന് പറയും. സ്വർഗം മുകളിലാണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ മുകളിൽ യാതൊന്നുമില്ല. ഭാരതമാണ് സ്വർഗം. ഭാരതം തന്നെയാണ് നരകം ആകുന്നത്. ഈ ക്ഷേത്രം പൂർണ്ണമായ സ്മാരകമാണ്. ഈ ക്ഷേത്രങ്ങളും മറ്റുമെല്ലാം പിന്നീടാണ് ഉണ്ടാകുന്നത്. സ്വർഗത്തിൽ ഭക്തി ഉണ്ടായിരിക്കുന്നില്ല. അവിടെയാകട്ടെ സുഖം തന്നെ സുഖമാണ്. ബാബ വന്ന് എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിച്ചു തരുന്നു. മറ്റെല്ലാ ആത്മാക്കൾക്കും പേരുകൾ മാറുന്നു.
ശിവന്റെ പേര് മാറുന്നില്ല. ആ ഒന്നിന് തൻ്റെതായ ശരീരമില്ല. ശരീരമില്ലാതെ എങ്ങനെ പഠിപ്പിക്കും? പ്രേരണയുടെ ഏതെങ്കിലും കാര്യം തന്നെയില്ല. പ്രേരണയുടെ അർത്ഥമാണ് വിചാരം. മുകളിൽ നിന്നും പ്രേരണ നൽകുകയും അത് എത്തിച്ചേരുകയും ചെയ്യുകയൊന്നുമില്ല. ഇതിൽ പ്രേരണയുടെ യാതൊരു കാര്യവുമില്ല. ഏത് കുട്ടികൾക്കാണോ ബാബയുടെ പൂർണ്ണ തിരിച്ചറിവില്ലാത്തത്, പൂർണ്ണ നിശ്ചയമില്ലാത്തത്, അവരുടെ ബുദ്ധിയിൽ ഓർമ്മയും നിലനിൽക്കുകയില്ല. നമ്മെ ആരാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അത് അറിയുന്നില്ലെങ്കിൽ ആരെ ഓർമ്മിക്കുവാനാണ്? ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങളുടെ വികർമ്മം വിനാശമാകുന്നത്. ജന്മജന്മാന്തരങ്ങളായി ലിംഗത്തെ തന്നെ ഓർമ്മിക്കുന്നു. ഇത് പരമാത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇത് ആ ഒന്നിൻ്റെ ചിഹ്നമാണ്. ആ ഒന്ന് നിരാകാരമാണ്, സാകാരമല്ല. ബാബ പറയുന്നു, എനിക്കും പ്രകൃതിയുടെ ആധാരം എടുക്കേണ്ടി വരുന്നു. ഇല്ലെങ്കിൽ നിങ്ങളെ സൃഷ്ടിചക്രത്തിൻ്റെ രഹസ്യം എങ്ങനെ മനസ്സിലാക്കിക്കും? ഇതാണ് ആത്മീയ നോളജ്. ആത്മാക്കൾക്ക് തന്നെയാണ് ഈ നോളജ് ലഭിക്കുന്നത്. ഈ നോളജ് ഒരു ബാബയ്ക്ക് തന്നെയാണ് നൽകുവാൻ സാധിക്കുന്നത്. പുനർജന്മം എടുക്കുക തന്നെ വേണം. എല്ലാ ആക്ടേഴ്സിനും പാർട്ട് ലഭിച്ചിട്ടുണ്ട്. നിർവ്വാണത്തിലേക്ക് ആർക്കും തന്നെ പോകുവാൻ സാധിക്കില്ല. മോക്ഷം നേടുവാൻ സാധിക്കില്ല. ആരാണോ നമ്പർ 1 വിശ്വത്തിൻ്റെ അധികാരിയാകുന്നത്, ആ ആൾ 84 ജന്മങ്ങളിൽ വരുന്നു. ചക്രം തീർച്ചയായും കറങ്ങണം. മനുഷ്യർ മോക്ഷം ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എത്ര മതമതാന്തരങ്ങളുണ്ട്, വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. തിരികെ ആരും തന്നെ പോകുന്നില്ല. ബാബ തന്നെയാണ് 84 ജന്മങ്ങളുടെ കഥ പറഞ്ഞു തരുന്നത്. കുട്ടികളായ നിങ്ങൾക്ക് പഠിച്ച ശേഷം പിന്നെ പഠിപ്പിക്കണം. ഈ ആത്മീയ നോളജ് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും നൽകുവാൻ സാധിക്കില്ല. ശൂദ്രർക്കും ദേവതമാർക്കും നൽകാൻ സാധിക്കില്ല. ജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി സത്യയുഗത്തിൽ ദുർഗതി ഉണ്ടാകുന്നില്ല. ഈ ജ്ഞാനം തന്നെ സദ്ഗതിക്ക് വേണ്ടിയാണ്. സദ്ഗതി ദാതാവും ലിബറേറ്ററും ഗൈഡും ഒന്ന് തന്നെയാണ്. ഓർമ്മയുടെ യാത്രയിലൂടെ അല്ലാതെ ആർക്കും പവിത്രമാകാൻ സാധിക്കില്ല. ശിക്ഷകൾ തീർച്ചയായും അനുഭവിക്കേണ്ടി വരും. പദവിയും ഭ്രഷ്ടമായി പോകും. എല്ലാവരുടെയും കണക്കുകൾ സമാപ്തമാകണമല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രം കാര്യമാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. മറ്റു ധർമ്മങ്ങളുടെ കാര്യത്തിലേക്ക് പോകേണ്ട എന്താവശ്യം? ഭാരതവാസികൾക്ക് തന്നെയാണ് ഈ നോളജ് ലഭിക്കുന്നത്. ബാബയും ഭാരതത്തിലാണ് വന്ന് 3 ധർമ്മങ്ങൾ സ്ഥാപിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ ശൂദ്രധർമ്മത്തിൽ നിന്നും മാറ്റി ഉയർന്ന കുലത്തിലേക്ക് കൊണ്ടുപോകുന്നു. മറ്റേതാകട്ടെ നീചവും പതീതവുമായ കുലമാണ്. ഇപ്പോൾ പാവനമാക്കുന്നതിനായി നിങ്ങൾ ബ്രാഹ്മണർ നിമിത്തമാകുന്നു. ഇതിനെ രുദ്രജ്ഞാനയജ്ഞം എന്ന് പറയുന്നു. രുദ്രനായ ശിവബാബ യജ്ഞം രചിച്ചിരിക്കുന്നു. ഈ പരിധിയില്ലാത്ത യജ്ഞത്തിൽ മുഴുവൻ പഴയ ലോകത്തിൻ്റെയും ആഹൂതി ഉണ്ടാകണം. പിന്നെ പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ഉണ്ടാകും. പഴയ ലോകം ഇല്ലാതാകണം. നിങ്ങൾ ഈ നോളജ് എടുക്കുന്നത് തന്നെ പുതിയ ലോകത്തിന് വേണ്ടിയാണ്. ദേവതമാരുടെ നിഴൽ പഴയ ലോകത്തിൽ പതിയുകയില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കൽപ്പത്തിൽ ആര് വന്നിട്ടുണ്ടാകുമോ അവർ തന്നെ വന്ന് ഈ നോളജ് എടുക്കും. നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് പഠനം പഠിക്കും. മനുഷ്യർ ഇവിടെ തന്നെ ശാന്തി ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആത്മാവാകട്ടെ ശാന്തിധാം നിവാസിയാണ്. ഇവിടെ ശാന്തി എങ്ങനെ ഉണ്ടാകുവാനാണ്? ഈ സമയത്ത് ഓരോ വീട്ടിലും അശാന്തിയാണ്. രാവണ രാജ്യമാണല്ലോ. സത്യയുഗത്തിൽ തികച്ചും ശാന്തിയുടെ രാജ്യമായിരിക്കും ഉണ്ടാകുന്നത്. ഒരു ധർമ്മവും ഒരു ഭാഷയും ഉണ്ടായിരിക്കുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാഗ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഈ പഴയ ലോകത്തോട് പരിധിയില്ലാത്ത വൈരാഗിയായി തൻ്റെ ദേഹത്തെയും മറന്ന്
ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കണം. നിശ്ചയബുദ്ധിയായി ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. ഹം സോ ഹം എന്ന മന്ത്രത്തെ യഥാർത്ഥമായി മനസ്സിലാക്കി ഇപ്പോൾ ബ്രാഹ്മൺ സോ ദേവത ആകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. എല്ലാവർക്കും ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിച്ചു കൊടുക്കണം. വരദാനം. അന്തർമുഖതയുടെ അഭ്യാസത്തിലൂടെ അലൗകിക ഭാഷ മനസ്സിലാക്കുന്നവരും സദാ സഫലതാ സമ്പന്നവുമായി ഭവിക്കട്ടെ. എത്രത്തോളം കുട്ടികളായ താങ്കൾ അന്തർമുഖി സ്വീറ്റ് സൈലൻസ് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമോ അത്രയും നയനങ്ങളുടെ ഭാഷയും ഭാവനയുടെ ഭാഷയും സങ്കല്പത്തിൻ്റെ ഭാഷയും സഹജമായി മനസ്സിലായിക്കൊണ്ടിരിക്കും. ഈ 3 പ്രകാരത്തിലുള്ള ഭാഷ ആത്മീയ യോഗി ജീവിതത്തിൻ്റെ ഭാഷയാണ്. ഈ അലൗകിക ഭാഷകൾ വളരെ ശക്തിശാലിയാണ്. സമയമനുസരിച്ച് ഈ 3 ഭാഷകളിലൂടെ തന്നെ സഹജമായി സഫലത പ്രാപ്തമാകും. അതിനാൽ ഇപ്പോൾ ആത്മീയ ഭാഷയുടെ അഭ്യാസിയാകൂ. സ്ലോഗൻ: ബാബ താങ്കളെ തൻ്റെ ഇമകളിൽ ഇരുത്തി കൂടെ കൊണ്ടുപോകും വിധം താങ്കൾ ഇത്രയും ഭാരരഹിതമായി മാറൂ. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. വർത്തമാന സമയത്ത് വിശ്വമംഗളം ചെയ്യുന്നതിൻ്റെ സഹജ ഉപാധി തൻ്റെ ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെ ഏകാഗ്രതയാണ്. ഇതിലൂടെ തന്നെയാണ് സർവ ആത്മാക്കളുടെയും അലയുന്ന ബുദ്ധിയെ ഏകാഗ്രമാക്കുവാൻ സാധിക്കുന്നത്. വിശ്വത്തിലെ സർവ ആത്മാക്കളും വിശേഷിച്ച് ഈ ഒരു ആഗ്രഹം വയ്ക്കുന്നു: അലയുന്ന ബുദ്ധി ഏകാഗ്രം ആയെങ്കിൽ, അഥവാ മനസ്സ് ചഞ്ചലതയിൽ നിന്നും ഏകാഗ്രമായെങ്കിൽ, ഇതിനുവേണ്ടി ഏകാഗ്രത, അതായത് സദാ ഒരു ബാബ രണ്ടാമതാരുമില്ല എന്ന സ്മൃതിയിലൂടെ ഏകരസസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ വിശേഷ അഭ്യാസം ചെയ്യൂ. സങ്കല്പങ്ങളുടെ സർവവിസ്താരത്തെയും സാരരൂപത്തിൽ ഒതുക്കി എൻ്റെ ശ്രദ്ധയെ ഞാൻ ആത്മജ്യോതിയിൽ സ്ഥിരമാക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാകുന്നു. പവിത്ര സ്വരൂപമാണ്. ഈ ശക്തിശാലി സ്വമാനം സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളെ ശീതളമാക്കി മാറ്റുന്നു. മനസ്സും ബുദ്ധിയും സംസ്കാരവും ആകുന്ന സൂക്ഷ്മ ശക്തികളെ എൻ്റെ നിയന്ത്രണത്തിൽ വരുത്തുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും പവിത്രതയുടെ പ്രകാശ തരംഗങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ ബുദ്ധി ബലത്തിലൂടെ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയാകുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന എൻ്റെ മധുരമായ ഗ്രഹത്തിൽ, നിരാകാരി ലോകത്തിൽ, നിരാകാരനായ പരമാത്മാവിൻ്റെ സമീപം നിരാകാര സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ദിവ്യവും തേജസ്വിയുമായ സ്വരൂപത്തിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുമ്പോൾ പരമാത്മാവിൽ നിന്നും ഒരു പ്രകാശധാരയായി പ്രവഹിക്കുന്ന സമസ്ത ശക്തികളും ഗുണങ്ങളും
ആത്മാവിൽ നിറയുന്നു. ഈ ദിവ്യ അലൗകിക ഈശ്വരീയ സംഘത്തിലൂടെ പ്രാപ്തമായ ശക്തി സർവ അലൗകിക വിശേഷതകളെയും ജീവിതത്തിൽ പകർത്തുവാനുള്ള വിശേഷ വരദാനമായി മാറുന്നു. ഈ സമ്പന്നമായ അലൗകിക സ്ഥിതി നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിലേക്ക് ബുദ്ധിബലത്താൽ മടങ്ങി വരുന്നു.